എൻ്റെ ദൈവമേ താരം അവിടേക്ക് അതെന്താ എൻ്റെ ദൈവം അറിയാം അതെന്താ നേരെ പാതകമാണോ കിടക്കണോ എൻ്റെ ദൈവം കുടിക്കുക ഒരു പോണിക്ക അമ്മോ എക്സ്ട്രീം ക്യാപ്ചറാണ് നോക്കിയേ. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വൈറ്റുപാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അത്യന്തം അപകടകരമായ ഒരു സ്ഥലമാണ്, ഒരു പുഴയാണ്. അപ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ള മരൻ്റെ മേലിൽ നിന്ന് വെള്ളം ചാടിയിട്ട് ഒരു കയം രൂപപ്പെട്ടിട്ട് അവിടെ നിന്ന് വെള്ളം ഒഴുകി പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് കാണാൻ ഒരുപാട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന കുറച്ച് ആൾക്കാർ, അങ്ങനെ വരുന്ന ആൾക്കാരിൽ കുറേ ആൾക്കാർ ഇവിടെ ഈ ഒരു കയത്തിൽ മുങ്ങി മരിച്ചിട്ടുണ്ട്. വെള്ളം ചാടുന്ന ഒരു കയത്തിലും ഈ ഒരു സമീപ പ്രദേശത്തൊക്കെ മുങ്ങി മരിച്ചിട്ടുണ്ട്. അത്രയും അപകടം പിടിച്ചൊരു സ്ഥലമാണ് കൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ വരാൻ കാരണം അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ മരിച്ച ആ ഒരു സ്ഥലത്ത് നമ്മളിന്ന് ടെൻറ്റ് വെച്ചിട്ട് നിൽക്കാൻ പോവാണ്. തൊട്ടടുത്താണ്, ആ ഒരു കയത്തിന് തൊട്ടടുത്ത് കുരങ്ങുണ്ട്, പിന്നെ പന്നി ഇഷ്ടം പോലെ ഉണ്ട്. അത് ഞാനിങ്ങനെ നോക്കാം, കാരണം ഞാൻ ഒരു ലൊക്കേഷനിൽ എൻ്റെ വണ്ടിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളങ്ങോട്ട് പോവുകയാണ് താഴേക്ക്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് രാത്രി നിന്നാൽ എന്താവും എന്നുള്ളത് ഒന്ന് നോക്കാം. രാത്രി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടൈം 7:45 ആയിട്ടുള്ളൂ. അപ്പോൾ ഇത്ര നേരത്തെ വരാൻ കാരണം ഈ ഒരു സ്ഥലം എനിക്ക് പരിചയമില്ല ഒന്നാമത്. അപ്പോൾ നേരത്തെ ഒന്ന് സെർച്ച് ചെയ്യണമല്ലോ. പന്നിയും കുരങ്ങൊക്കെ ഉള്ള ഒരുപാടുള്ള സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ നല്ലോണം കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്ഥലത്ത് നമ്മളിന്ന് ടെൻറ്റ് വെച്ച് നിൽക്കാൻ പോകണം. വെള്ളത്തിന് തൊട്ടടുത്താണ് ആ ഒരു സ്ഥലം, നമുക്ക് അത്ര സ്പേസുള്ളവിടെ. അപ്പോൾ അവിടെ തൊട്ടപ്പുറത്തൊരു റോഡുണ്ട്. ഇവിടെ വീടുകളൊന്നും തന്നെയില്ല, എവിടെയും ലൈറ്റ് കാണാൻ പറ്റില്ല. അതായത് ഏക്കർ കണക്കിന് സ്ഥലം ഫോറസ്റ്റ് കാട് പിടിച്ചെടുക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എവിടെ ഒരു വീട് പോലും കാണാൻ പറ്റില്ല, ലൈറ്റും ഇല്ല. കണ്ടോ എൻ്റെ ചുറ്റിലും ഇത്ര ഞാൻ തിരിഞ്ഞു 360 ഡിഗ്രി തിരിഞ്ഞു, ഒരു ലൈറ്റും കുരങ്ങ് ചാടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അവിടെ പോകണേ. വഴി ഉണ്ടായിരുന്നു. ഈ ഒരു റോഡ് മാത്രമാണ്, ഈ ഒരു ഭാഗത്തേക്കുള്ള റോഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കട്ട് റോഡ് മാത്രമാണ്, ഈ ഒരു വീതി കുറഞ്ഞ റോഡ് മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും പുഴയാണ്. അപ്പോൾ ആ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ കഴന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നടുക്ക് ആ ഒരു ഭാഗത്തേക്ക് വരും. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയൊരു പാതമുണ്ട്, അതിലങ്ങനെ നടന്നു പോയാൽ കറക്റ്റ് ആ സ്ഥലത്തേക്ക് എത്താൻ പറ്റും. ഇതുണ്ടോ ഇങ്ങനത്തെ പടുമരങ്ങളൊക്കെയാണ് ഇവിടെ. പേടിപ്പെടുത്തുന്നൊരു അന്തരീക്ഷമാണ് ഇവിടെയൊക്കെ. രാത്രി 12 മണി കൂടുതൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഏതായാലും നമുക്ക് ഈ ഒരു കല്ല് പാകിയ ഈ ഒരു വഴിൻ്റെ താഴേക്ക് ഉണ്ടോ ഇങ്ങനെ നടന്നു പോയാൽ കാണാൻ പറ്റില്ല. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരുപാട് ന്യൂസിലൊക്കെ അറിയപ്പെട്ട സ്ഥലമാണ്. ഒരുപാട് ആൾക്കാരും മരിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ജീവികളൊക്കെ ഒരുപാടുണ്ട് ഇവിടെ. ഒരു വല്ലാത്ത ഫീലാണ്. ഇപ്പോൾ തന്നെ 7:45 8 മണിയൊക്കെ ആയിട്ടുള്ളൂ. ഇതുണ്ടോ വലിയ കുഴിയാണ് അവിടെ, ഏറ്റവും വലിയ കുഴികൾ ഉണ്ടോ. നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് ടെൻറ്റ് വെക്കട്ടോ, ആ ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് ആ ഭാഗത്തേക്ക് ഒരിക്കലും മരം. എൻ്റെ ദൈവമേ, കുരങ്ങ് ചാടുന്നതാണോ എന്ന് അറിയില്ല. ടെൻറ്റ് അവിടെ ആ ഒരു സ്ഥലത്ത് ടെൻറ്റ് വെക്കട്ടോ, ഏറ്റവും സേഫായുള്ള സ്ഥലമാണ്. ഇതാ ഈ ഒരു സ്ഥലത്ത് വെക്കാം. ഉണ്ടോ വെള്ളത്തിന് ഈ നീർനായ പോലുള്ള സംഭവങ്ങൾ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അതായിരിക്കാൻ സാധ്യത ഉണ്ടോ. ചാടിയുണ്ടോ ഒന്ന് കല്ലുമെന്ന് പാറയിൽ നിന്ന് വെള്ളത്തിൽ ചാടിപ്പോയി.
ടെൻറ്റ് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഈ ഒരു സ്ഥലത്ത് കണ്ടോ. ഇത്രയും ഏരിയ നമുക്ക് ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളിവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങോട്ട് വ്യൂ കാണിച്ചിട്ട് അവിടെ നിന്നാണ് വെള്ളം, ആ ഒരു കഴുകുണ്ടോ തൊട്ടടുത്താണ് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നു. ഇതുണ്ടോ വെള്ളം കണ്ടോ. സമയം നല്ല താഴ്ചയുണ്ട്, നീലക്കളറുണ്ടോ, നല്ല താഴ്ചയുണ്ട് ഇവിടെ. അവിടെ ആ ഒരു ഭാഗത്തും കണ്ടോ നല്ല താഴ്ചയാണ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ടെൻറ്റ് വെക്കാൻ പോകുന്നുണ്ടോ. ചെരുപ്പ് ഞാൻ പുറത്ത് വരിയേക്കാം. ഇപ്പോൾ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതുണ്ടോ, ഒരു ശല്യമായി മാറി പാറ്റ ഭയങ്കരമായിട്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ ദൈവമേ താരം അവിടേക്ക് അതെന്താ എൻ്റെ ദൈവം അറിയാ അതെന്താ നേരെ പാത പോണോ കേട്ടോ. എൻ്റെ ദൈവം നോക്കിയാ ഒരു രൂപ നോക്കിയാ അമ്മോ എക്സ്ട്രീം ക്യാപ്ചറാണ് നോക്കിയാ. എൻ്റെ ദൈവം അതെ അതിൻ്റെ കരടിയാണോ. അങ്ങോട്ട് പോയി കാടിനുള്ളിൽ പോയി കേട്ടോ, ആ കാടിനുള്ളിൽ പോയി. എൻ്റെ അമ്മേ എൻ്റെ അമ്മ അങ്ങനെ വേർത്തോ. സത്യം ഇതുപോലൊരു ക്യാപ്ചർ കിട്ടിയില്ല. ചെറുങ്ങനെ മഴ വരുന്നുണ്ട്, പക്ഷേ ആ രൂപം കറക്റ്റായിട്ട് ആ ഒരു അവിടെ നിന്ന് പാറയിൽ നിന്ന് മേലോട്ട് പോയി. ഒരു കരടിയോ അല്പം ഒരു കരടി തന്നെ, പക്ഷേ കറക്റ്റായിട്ട് കുടിയിട്ടുണ്ട്. ക്യാമറയിൽ സൂം ചെയ്തപ്പോൾ കണ്ടു. കണ്ടോ പാറ്റ. എന്തോന്ന് വെള്ളത്തിൽ ആടിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ആടിപ്പോയി. ഒന്നാമത് നീർനായ അധികമുള്ള സ്ഥലമാണിത്. ആ ഒരു പക്ഷി കയറുമ്പോൾ ഭയങ്കര പേടിയാട്ടോ. നാട്ടിലൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. ഈ ഒരു പാറ്റ ഭയങ്കര ശല്യട്ടോ, വായിൽ വരെ കയറും. ഓക്കെ, ചെറുങ്ങനെ മഴ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. നല്ല മഴ വരുന്ന ലക്ഷണമുണ്ട്. ഒന്നുകൂടി ഇരുട്ടാൻ പോവാണ്. സമയം എന്ന് പറഞ്ഞാൽ 9:30. 9:30 എത്രത്തോളം കാണുന്നില്ല അറിയില്ല. 9:30 ടൈം. അതെ, സമയം കാണിച്ചു കൊടുക്കാം. 9:30 എന്താ ഈ സ്മാർട്ട് വാച്ച് പോയി. അപ്പോൾ 9:30. ഇനി കുറച്ച് കഴിയുമ്പം എന്തൊക്കെ സൗണ്ട് ചെയ്യും.
ഇപ്പോഴത്തെ ടൈം കാണിച്ചിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് പോകുന്നത് 11:34 PM 11:34 ഡേറ്റ് 13-ാം തീയതി കേട്ടോ, ഫ്രൈഡേ അല്ല, ഏപ്രിൽ 13, മെയ് 13. അപ്പോൾ 11:34 ടൈം. ഉറക്കം വരുന്നവരെ നമ്മൾ ഉറക്കും. ഉറങ്ങിപ്പോയാൽ പ്രശ്നമൊന്നുമില്ല. ഇത് മഴ വരാത്തൊരു ടെൻ്റാണ്, മഴ കൊള്ളില്ല, സേഫാണ്. പക്ഷേ സൗണ്ട് അതെന്താ എൻ്റെ അമ്മ, അതെന്താ അതെ അമ്മ ഓടിക്കുക. നേരത്തെ വന്ന അതേ പൊസിഷനിൽ അതേ പോണം. എൻ്റെ അമ്മ, അതെന്താ അതെ ലൈറ്റ് നമ്മൾ ടോർച്ചില്ല, അതാ മെയിൻ പ്രശ്നം. അടിച്ചു നോക്കായിരുന്നു. അതെങ്ങോട്ട് പോകണം? അതപ്പോൾ സൗണ്ട് വെച്ചത് അതെന്താ സംഭവം? അതേ പോണതാ, കാട്ടിലേക്ക് കയറി പോണത്, ആ വലിയ കാട്ടിലേക്ക്. എൻ്റെ അമ്മ, ഞങ്ങൾ പോയി കേട്ടോ. ഓടിക്കുക, എവിടേക്ക് നോക്കിയേ, എൻ്റെ ദൈവമേ. ആരാണേ? ഹലോ, ഭയങ്കര സൗണ്ട് കേട്ടോ. ലൈറ്റ് ഓഫാക്കി നിന്നോട്ടെ കുറച്ച് നേരം. എൻ്റെ ദൈവമേ, അമ്മേ, ലൈറ്റ് ഇടട്ടെ. അതെന്താ അതെ? ഭയങ്കര സൗണ്ട് കേട്ടോ. നമ്മൾ ടെൻറ്റിൻ്റെ അടുത്തൊരു നടന്ന് പോകണം. കറക്റ്റായിട്ട് ഞാൻ കേട്ടോ. ഈ ഒരു ഭാഗത്തേക്കാണോ പോയ സൗണ്ട് കേട്ടത്? ഹലോ, ആരും എൻ്റെ കൺഫേമാണ്, ഉറപ്പാണത്. എന്താ വെച്ചാൽ എൻ്റെ സൗകര്യം കൂടെ ഒന്ന് ഓടിപ്പോരത്തെ ഫീൽ ചെയ്തേ.
നമുക്ക് ടെൻറ്റിനുള്ളിൽ തന്നെ പോട്ടെ.